ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അത്യാവശ്യം വോളറ്റൈൽ റേഞ്ചിലുള്ള ഒരു ട്രേഡിങ്ങിന് ശേഷം ഒരു നെഗറ്റീവ് എൻഡിങ്ങോടുകൂടിയായിരുന്നു ഇന്ന് ഇന്ത്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ നിന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 15,119 ഓപ്പൺ ആയതിനു ശേഷം ഏകദേശം 2.8 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈൻ വന്നു. തുടർന്ന് 15,106 മുകളിൽ ഇന്ന് നിഫ്റ്റി എൻഡായി. അതുപോലെ തന്നെ സെൻസെക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു 20 പോയിൻറ്റ്സിന് അടുത്തുള്ള ഒരു ഡിക്ലൈൻ റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയിൽ 273 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഡിക്ലൈനും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ഇനി നമ്മൾ നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിപ്ല, ബജാജ് ഫിൻസർവ്, SBI ലൈഫ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, HDFC ലൈഫ് ഇവരായിരുന്നു ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്സ് ആയിട്ട് നിന്നത്. അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ റിയാലിറ്റി, ഓട്ടോ, തുടർന്ന് ഫാർമ ഈ ഒരു സെക്ടറുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗെയിനുകൾ കൊടുത്തത്. അതുപോലെ തന്നെ ബാങ്കിങ്, ഫിനാൻഷ്യൽ സെക്ടറുകൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോവുകയുണ്ടായി. ഇനി നമ്മൾ ബ്രോഡർ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും നല്ലൊരു പെർഫോമൻസ് കാണാനുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിൽ ഏകദേശം 0.8% ഒരു നേട്ടവും അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ 0.7% ഒരു നേട്ടവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇനി നമ്മൾ നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും തീർച്ചയായിട്ടുള്ള ഒരു ഇൻഡിസിസീവ് പാറ്റേൺ ഫോർമേഷൻ തന്നെയാണ് നിഫ്റ്റിയിൽ കാണാനുള്ളത്. ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോം ചെയ്താണ് ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് എൻഡായിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു റേഞ്ചിലുള്ള ഒരു കൺസോളിഡേഷനുള്ളൊരു മൂഡാണ് ഈ ഒരു സമയത്ത് മുഴുവൻ പ്രിൻ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 15,000-ന് താഴെ നിഫ്റ്റി പോയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും വരുന്ന ഓരോ ഡിക്ലൈനുകളിലും നല്ലൊരു ബൈയിങ് വരുന്നതായിട്ട് കാണപ്പെടുന്നു. കാരണം ഈ ഒരു ലോങ് ലെഗ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഓരോ ഡിപ്പിലും നല്ലൊരു ബൈയിങ് വരുന്നു എന്നുള്ളത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 15,000-15,250 റേഞ്ചിനുള്ളിലുള്ള ഒരു കൺസോളിഡേഷൻ ആയിരിക്കും വരും ദിവസങ്ങളിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ 15,000-15,250 റേഞ്ചിനെ ബഹുമാനിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പക്ഷേ നിഫ്റ്റിയിൽ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്കൗട്ടുകൾ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു 15,000-ന് താഴേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ 14,900 റേഞ്ചുകളായിരിക്കും സപ്പോർട്ട് സോണുകളായിട്ടുണ്ടാവുക. അതല്ല ഈ ഒരു റേഞ്ചുകളിൽ നമുക്കൊരു കൺസോളിഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് ഒരു 15,450-500 വരെയുള്ള റാലികൾ നമുക്കൊരു പക്ഷേ നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു കൺസോളിഡേഷൻ മൂഡ് തന്നെയാണ് നിഫ്റ്റിയിൽ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഇന്ന് പ്ലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും നമുക്ക് വീണ്ടും ആ ഒരു ഇതിനു മുമ്പ് ഫോം ചെയ്ത ഒരു ഡോജി പാറ്റേണിൻ്റെ ഒക്കെ ഉള്ളിലാണ് ട്രേഡ് എൻഡായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു പക്ഷേ ഈ ഒരു റേഞ്ചിലുള്ളൊരു കൺസോളിഡേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 35,400 റേഞ്ചുകളാണ് സപ്പോർട്ട് സോണുകളായിട്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ വരും ദിവസങ്ങളിൽ ബാങ്ക് നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് തുടരാനുള്ള ഒരു സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. അതല്ല ഈ ഒരു റേഞ്ചിന് മുകളിൽ ട്രേഡ് ആവുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു കൺസോളിഡേഷനുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ US ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് മോഡിലാണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനോടുകൂടി ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് പല മാർക്കറ്റിലും കാണുന്നത്. FTSE ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു മിക്സഡ് ട്രേഡ് കാണുന്നു. SGX നിഫ്റ്റി ഒരു ചെറിയ ഗെയിനോടുകൂടി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി രൂപയുടെ മൂല്യത്തിന് വീണ്ടും ഡോളറിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഗെയിൻ കാണാനുണ്ടായിരുന്നു. 72.84 ഇന്ന് ട്രേഡ് എൻഡായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ട് തുടരുന്നു. 1,786 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് വിത്ഡ്രോവൽ തുടരുന്നു. 2,000 കോടിക്ക് മുകളിലുള്ള ഒരു നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ രൂപയും മാർക്കറ്റിന് സപ്പോർട്ടീവായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഗ്ലോബൽ മാർക്കറ്റൊക്കെ ഒരു സൈഡ് വേ റാലിക്കുള്ളൊരു സാധ്യതകൾ ഈ ഒരു സമയത്ത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാവിലെ SGX നിഫ്റ്റി നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് തുറന്നുള്ളൊരു ഓപ്പണിംഗ് ഇന്ത്യൻ മാർക്കറ്റിന് പ്രതീക്ഷിക്കാം. എന്നിരുന്നാലും നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിൻ്റെയൊക്കെ ട്രെൻഡ് ഈ ഒരു സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് വേ റാലി, ഒരു കൺസോളിഡേഷനുള്ളൊരു സാധ്യതകൾ ആണ് ഈ ഒരു സമയത്ത് മുഴുവനും പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് സ്റ്റോക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ വാച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റോക്കുകൾ വോൾട്ടാസിൽ നല്ലൊരു ബൈയിങ് പ്രഷർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്കൊരു കൺസോളിഡേഷന് ശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നല്ലൊരു ബുള്ളിഷ് സിഗ്നൽസ് വീണ്ടും പ്ലോട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഡെയിലി ചാർട്ട് കഴിഞ്ഞ കുറച്ച് നാളത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബുള്ളിഷ് മൂവുകളാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നത്. അപ്പോൾ നമുക്കൊരു പക്ഷേ ഒരു അടുത്തൊരു കറക്ഷനിൽ നമുക്കൊരു ബൈയിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നിലനിൽക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഇവരുടെ ഒരു സപ്പോർട്ട് സോണുകളിലേക്ക് ഇവരുടെ ഒരു സ്റ്റോക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഈ ഒരു ഏകദേശം ഒരു 335-36 റേഞ്ചുകളിൽ ഇവർക്കൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് സോണുകളിലേക്ക് വീണ്ടും എത്തിയതിന് ശേഷം ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കൺഫർമേഷൻ ആയിട്ടില്ല.
അപ്പോൾ ഏകദേശം 351 മുകളിൽ നമുക്കൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു അടുത്തൊരു ചെറിയൊരു സ്വിങ്ങിനുള്ളൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിനെയും ഈ ഒരു ലെവലുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമുക്കൊരു കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു പോസിബിലിറ്റി നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ഗോദ്രേജ് കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു സപ്പോർട്ട് സോണുകളുടെ അടുത്ത് വരെ പോയതിന് ശേഷം ഒരു റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഏകദേശം 751 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 773, 72, 73 വരെയുള്ള റാലികൾ നമുക്ക് ഒരുപക്ഷെ ഗോദ്രേജ് കൺസ്യൂമേഴ്സിലും പ്രതീക്ഷിക്കേണ്ടതായിട്ട് നിലനിൽക്കുന്നു. ഇനി അതേപോലെ തന്നെ ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിലും ഒരു ബുള്ളിഷ് മൂവുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിനെയും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. നമുക്ക് ഏകദേശം 235 മുകളിലേക്ക് ഒരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ അടുത്തൊരു ഒരു റെസിസ്റ്റൻസ് സോണുകളായിട്ട് ഏകദേശം 351 റേഞ്ചുകൾ ആണ് നിലനിൽക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റോക്കിലും നിങ്ങളൊന്ന് നിങ്ങളുടെ അനാലിസിസിനായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ITCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഏകദേശം ഇവരുടെ ഏകദേശം 223 റേഞ്ചുകളിൽ ഒരു സപ്പോർട്ടുകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സപ്പോർട്ട് സോണുകളിൽ നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്തൊരു പോസിബിലിറ്റി ITCയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ടാറ്റ കെമിക്കൽസ് നമ്മൾ ഇന്നലെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ ഒരു സ്റ്റോക്കിൽ നിന്നൊരു ബുള്ളിഷ് ബ്രേക്കൗട്ടുകൾ നടന്നിട്ടില്ല. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരുന്നില്ല ഇന്ന്. ഇനി അടുത്തതായിട്ട് ഇതേപോലെ തന്നെ HDFC ലൈഫും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. ഒരു ബുള്ളിഷ് മൂവുകൾ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മുത്തൂറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ലൊരു റിസൾട്ട് വന്നതിനെ തുടർന്ന് നല്ലൊരു ബുള്ളിഷ് മൂവുകൾ ഇന്ന് ഈ ഒരു സ്റ്റോക്കിലും കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യമേ തന്നെ നാഷണൽ ഫെർട്ടിലൈസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ ഏകദേശം 20% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോവുകയാണ് നാഷണൽ ഫെർട്ടിലൈസേഴ്സിലുള്ളത്. ഏകദേശം 400 കോടി റേസ് ചെയ്യാനാണ് ഈ ഒരു ഓഫർ ഫോർ സെയിൽ വഴിയായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു ഓഫർ ഫോർ സെയിലിനുള്ള ബിഡുകൾ സബ്മിഷൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 2-ാം തീയതിയാണ്. മാർച്ച് 2-ാം തീയതിക്കുള്ളിൽ ബിഡ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ ഫെർട്ടിലൈസേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏകദേശം 74.71% സ്റ്റേക്കാണ് ഇവർ ഹോൾഡ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഓർഡർ വിന്നുകളിലേക്ക് വരുമ്പോൾ ആദ്യമേ തന്നെ വാബാഗിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം $100 മില്യൺ വർത്ത് ചെയ്യുന്ന ഓർഡറുകൾ സ്വിറ്റ്സർലാൻഡിൽ അതുപോലെ തന്നെ ട്യൂണീസിയ, ലിബിയ അവിടെ വിൻ ചെയ്തതായിട്ട് ന്യൂസ് അപ്ഡേറ്റുകളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ പവർ മെക് പ്രോജക്ട്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഒരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഏകദേശം 1068 കോടിക്ക് മുകളിൽ വർത്ത് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ഓർഡറുകൾ കിട്ടിയതായിട്ട് അറിയിച്ചിരിക്കുന്നു. ഇനി അടുത്തത് അതുപോലെ തന്നെ Q3 റിസൾട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് ഐഷർ മോട്ടോഴ്സിൻ്റെ Q3 റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. റവന്യൂവിൽ ഏകദേശം 19% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 7% വർധനവുമാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതുമാത്രമല്ല മാനേജ്മെൻറ്റിൻ്റെ കമൻട്രികൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കൺസ്യൂമർ സെൻറ്റിമെൻറ്റും അതുപോലെ തന്നെ ഡിമാൻഡുകളിലും ഒരു വർധനവുകൾ വരുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല അവരുടെ റോയൽ എൻഫീൽഡിൻ്റെ സെഗ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും അതിലും ഈ ഒരു ഡിമാൻഡുകളിലെല്ലാം തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നു എന്ന രീതിയിലാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻട്രികളിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ഗെയിലിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് സെയിൽസിൽ 13% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 20% വർധനവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അവരുടെ ഓരോ സെഗ്മെൻറ്റ് വൈസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാ സെഗ്മെൻറ്റിലും തന്നെ നല്ലൊരു ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3 മുതൽ 15% വരെയുള്ള ഒരു ഗ്രോത്തുകൾ ഇവരുടെ നാച്ചുറൽ ഗ്യാസ് LPG അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ ഈ ഒരു സെക്ടറുകളിലെല്ലാം തന്നെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ പേജ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂവിൽ 17% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 77% വർധനവും അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റവന്യൂവും പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾ ടൈം ഹൈയിലാണ് ഈ ഒരു ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ TTK പ്രസ്റ്റീജിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 37% മുകളിലുള്ള വർധനവുകൾ ഉണ്ടായിരിക്കുന്നു. 83.8 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 61 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ റവന്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 23% മുകളിലുള്ള ഒരു ഗ്രോത്തും അവർക്കുണ്ടായതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് ടൈറ്റാനിലേക്ക് വരുമ്പോൾ റവന്യൂവിൽ ഏകദേശം 18% വർധനവ് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 11% ഡിക്ലൈൻ ആണ് അവർക്ക് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും അവരുടെ വാച്ച് ആൻഡ് വിയറബിൾ ബിസിനസ് അതുപോലെ തന്നെ ഐവെയർ ബിസിനസ്സിലെല്ലാം തന്നെ ഒരു ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ജ്വല്ലറി ബിസിനസ്സിൽ 16% ഗ്രോത്ത് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ഹിൻഡാൽക്കോയിലേക്ക് വരുമ്പോൾ
പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ ഏകദേശം 76.7% വർധനവ് ഉണ്ടായിട്ടുണ്ട്. 1877 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു Q3യിൽ. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വർധനവ് കാണിച്ചിട്ടുണ്ട്. 29,197 കോടിയിൽ നിന്നും 34,958 കോടിയായിട്ട് ഉയർന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും അവരുടെ അമേരിക്കൻ കമ്പനി നോവെല്ലിസ് അതുപോലെ തന്നെ ഇന്ത്യയിലെ അലുമിനിയം ബിസിനസ്സുകളാണ് ഈ ഒരു നല്ലൊരു പെർഫോമൻസിന് കാരണമായിട്ട് കമ്പനി ഉയർത്തി കാണിച്ചിരിക്കുന്നത്. ഇനി സ്പൈസ് ജെറ്റിലേക്ക് വരുമ്പോൾ അവർക്ക് ഏകദേശം 57 കോടിയുടെ നെറ്റ് ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 77 കോടിയുടെ ഒരു നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ഈ ഒരു കഴിഞ്ഞ Q2വിനെ അപേക്ഷിച്ച് Q3 നോക്കിക്കഴിഞ്ഞാൽ ലോസുകളിൽ ഒരു കുറവ് വരുന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. കഴിഞ്ഞ Q2വിൽ അവർക്ക് 112 കോടിയുടെ നെറ്റ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 57 കോടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം നോക്കിക്കഴിഞ്ഞാൽ അതിലും ഒരു വർധനവ് കഴിഞ്ഞ Q2വിനെ അപേക്ഷിച്ച് വർധനവ് വന്നതായിട്ട് കമ്പനികൾ ചൂണ്ടിക്കാണിക്കുന്നു. അടുത്തിട്ട് റൈറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 30% ഡിക്ലൈനാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ റവന്യൂ നോക്കിക്കഴിഞ്ഞാലും 663 കോടിയിൽ നിന്നും 480 കോടിയായിട്ട് ചുരുങ്ങി എന്നും അവരുടെ അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ഈ ഒരു ഡിസംബർ 31 വരെ 2020 ഡിസംബർ 31 വരെയുള്ള ഒരു ഓർഡർ ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 6,534 കോടിയുടെ ഓർഡറുകൾ അവരുടെ ബാഗിലുള്ളതായിട്ട് കാണിച്ചിരിക്കുന്നു. ഇനി ABB ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൽ 4% ഡിക്ലൈൻ അവർക്കുണ്ടായിട്ടുണ്ട്. റവന്യൂവിലും അവർക്കൊരു ഡിക്ലൈൻ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കമ്പനിയുടെ ബോർഡിൻ്റെ ഭാഗത്തു നിന്നും 5 രൂപ പെർ ഷെയറിൽ ഡിവിഡൻഡ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ മെട്രോപോളിസ് ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിടത്തോളം 40% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. 59 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 42 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഓപ്പറേഷൻസിൽ നിന്നുള്ള റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിലും അവർക്ക് വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുമാത്രമല്ല ഇൻ്ററിം ഡിവിഡൻ്റായിട്ട് 8 രൂപ പെർ ഷെയറിൽ അവർ ഡിക്ലെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് നിലനിൽക്കുന്നത്. ഇനി അതുപോലെ തന്നെ IRB ഇൻഫ്രയെ സംബന്ധിച്ചിടത്തോളം അവർ ഏകദേശം 2,220 കോടി റേസ് ചെയ്യാനായിട്ട് NCD വഴിയായിട്ട് റേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളായിട്ട് പറയാനുള്ളത്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കുകളും ന്യൂസുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇനി സംബന്ധിച്ചിടത്തോളം നാളെ ITC അതുപോലെ തന്നെ കുറച്ച് വലിയ കമ്പനികളുടെ റിസൾട്ടുകളും കൂടെ പബ്ലിഷ് ആകാൻ പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ടുകൾ നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഈ ഒരു ലെവലുകളും നിങ്ങളൊന്ന് ട്രാക്ക് ചെയ്യുക. കാരണം നമുക്കൊരു കൺസോളിഡേഷൻ ഫേസ് ആണ് ഇപ്പോൾ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് ഒക്കെ നിങ്ങളൊന്ന് കോഷ്യസ് ആയിട്ട് എടുക്കുന്ന കാര്യവും ശ്രദ്ധിക്കുക. അധികം പ്രോഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യാതെ ഈ ഒരു റേഞ്ച് ബോർഡ് ട്രേഡിംഗ് ഒക്കെ ആണ് എങ്കിൽ കുറച്ചൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കുറച്ച് കോഷ്യസ് ആയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് ട്രേഡുകൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്റ്റോക്കുകളും നിങ്ങളുടെ അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം മാത്രം എൻട്രികൾ എടുക്കുന്ന കാര്യവും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്തുന്ന ന്യൂസുകളും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കാതിരിക്കുക. പുതിയ അപ്ഡേറ്റ്സോടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.